ടിടിക്ക് 15 രൂപ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പവറും ഇല്ല. നമ്മുടെ ടിടിക്ക് ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഇല്ല. ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ നടക്കില്ല. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇത് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. 15 രൂപ സൂപ്പർ ഫാസ്റ്റ് എഴുതി കൊടുക്കാനുള്ള പവർ ടിടിക്ക് ഇല്ല. അപ്പൊ വിത്ത് പെനാൽറ്റി മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങൾ ടിടിയെ ഇന്റിമേഷൻ കൊടുത്തില്ല വെക്കുക, നിങ്ങൾക്ക് ടിക്കറ്റും വെച്ചിരുന്നു, ടിക്കറ്റ് ഡെഡായ ടിക്കറ്റിന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് ആയാലും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് അപ്പൊ അത് ട്രേറ്റേഴ്സ് ട്രാവലും വിതൗട്ട് ടിക്കറ്റ് ഉണ്ട്. ആ ഇതിൽ പെനാൽറ്റി വാങ്ങിച്ചിട്ട് ഈടാക്കിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ പാലക്കാട് കയറി ഷൊർണൂർ വരെ ഒരു ഒഴിവുണ്ട്, അവിടെ ഇരിക്കാം. ഷൊർണൂർ ഒരു ബുക്ക് ആണെങ്കിൽ നമ്മൾ ഷൊർണൂരിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് കൊടുത്ത് വേറെ സീറ്റിൽ മാക്സിമം അങ്ങനെ കൊടുക്കില്ല. പാലക്കാട് വേക്കൻസി മാത്രമേ കൺവേർട്ട് ചെയ്ത് കൊടുക്കൂ. കാരണം ഇത് പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടാണ്. RPM വന്നിട്ട് എല്ലാ കാര്യം ഇറക്കി അണ്ടർസോളിൽ കയറാൻ പറയും, കയറും, കുറെ ആൾക്കാർ കയറും, കുറെ ആൾക്കാർ കയറി അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ ഇവർ എഗെയിൻ തിരിച്ച് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് TTയോടൊപ്പം ട്രെയിനിൽ യാത്ര തുടരുകയാണ്. അനുഭവങ്ങളിലൂടെ, ജോലി തിരക്കുകളിലൂടെ സ്വാഗതം. ട്രെയിനിൽ ഇപ്പം ചില സമയത്തൊക്കെ നമുക്ക് ടിക്കറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ, ഇപ്പം ടിക്കറ്റ് പെട്ടെന്ന് നമ്മൾ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ കയറുന്ന അവസ്ഥയാണ്. അവിടെ ഇടപെടാൻ എങ്ങനെ ഇടപെടും? ഇതില് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് വയ്ക്കുക. അതെ, ഇപ്പോൾ കാലിക്കറ്റ് നിന്ന് പാലക്കാട് വരെ കയറുന്നു, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആണ്. നിങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വാങ്ങി നേരെ വണ്ടി കയറി കഴിഞ്ഞ് TT അപ്രോച്ച് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് പാലക്കാട് വരെ പോകണം. അപ്പോൾ പാലക്കാടിൽ എവിടെ സീറ്റ് അവൈലബിൾ ആണോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ കൺവേർഷൻ, അതിൻ്റെ ഡിഫറൻസ് ഓഫ് ഫെയർ നിങ്ങൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി തരും. അതേ സ്ഥാനത്ത് നിങ്ങൾ TTയെ ഇന്റിമേഷൻ കൊടുത്തില്ല വയ്ക്കുക, നിങ്ങൾ കയറി ടിക്കറ്റും വെച്ചിരുന്നു, ഇന്റിമേഷൻ കൊടുത്തില്ല. അതിൽ ചിലപ്പോൾ ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ട് 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടും കോച്ച് മാനേജ് ചെയ്യാനുള്ള TT ഞാൻ പറയുന്നുണ്ട് 3-4 കോച്ച് നോക്കണം. ചിലപ്പോൾ എല്ലാ സ്റ്റേഷനിലും TTക്ക് അതായത് കോച്ചിൽ വരാൻ പറ്റിയെന്ന് വരില്ല. ഏത് ജോയിനിങ് ആണ് ആ കോച്ചായിരിക്കും പോയിന്റ് ചെയ്യുക. അപ്പൊ ഈ കോച്ചിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സ്ക്വാഡ് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പെനലൈസ് ചെയ്യും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 250 രൂപ പെനാൽറ്റി, അതിന്റെ ഡിഫറൻസ് ഓഫ് ഫെയർ അവർ വാങ്ങിക്കും. അതിന് മുമ്പ് നിങ്ങൾ ഒരു ഇന്റിമേഷൻ കൊടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ TT പറയും എൻ്റെ അടുത്ത് ഇന്റിമേഷൻ ഞാൻ കൺവേർട്ട് ചെയ്ത് കൊടുത്തോളാം പറഞ്ഞ് കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ സീറ്റ് മാറിയിരിക്കേണ്ടി വരും. കയറി കഴിഞ്ഞാൽ എവിടെ അവൈലബിൾ ആണ്, എവിടെ ഇപ്പോൾ പാലക്കാട് വരെ സീറ്റ് എവിടെ അവൈലബിൾ ആണ്, ഏത് കോച്ചിൽ അവൈലബിൾ പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഓഫ് ഫെയർ വാങ്ങിച്ചിട്ട് അങ്ങോട്ട്. നമ്മൾ പാലക്കാട് കയറി ഷൊർണൂർ വരെ ഒരു ഒഴിവുണ്ട്, അവിടെ ഇരിക്കാം. ഷൊർണൂരിൽ നിന്ന് ബുക്ക് ആണെങ്കിൽ നമ്മൾ ഷൊർണൂരിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് കൊടുത്ത് വേറെ സീറ്റിൽ മാക്സിമം അങ്ങനെ കൊടുക്കില്ല. പാലക്കാട് വേക്കൻസി മാത്രമേ കൺവേർട്ട് ചെയ്ത് കൊടുക്കൂ. കാരണം ഇത് പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഫാമിലി ആയിട്ട് വന്നു ഷൊർണൂർ വരെ നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഷൊർണൂരിന് ശേഷം മാറി അപ്പുറത്ത് ഇരിക്കുക പറഞ്ഞാൽ ആ സിസ്റ്റം നടക്കില്ല. പാലക്കാട് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ കൺവേർഷൻ തരും. പാലക്കാട് വരെയുള്ള ടിക്കറ്റ് അവൈലബിൾ, ഷൊർണൂർ വരെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പാലക്കാട് വേണം പറഞ്ഞാൽ ഷൊർണൂർ വരെ കൺവേർഷൻ തരും. അതിന് ബിയോണ്ട് കൺവേർഷൻ പിന്നീടുള്ള വരെ ആലോചിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഷൊർണൂർ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ട്രാവൽ. അവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് ജനറൽ കോച്ചിലേക്ക് മാറാൻ ബില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് മാറാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിൽ ഇവിടെ അവൈലബിൾ അല്ല, സീറ്റ് അവൈലബിൾ അല്ല, നെക്സ്റ്റ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇറങ്ങി ജനറൽ കോച്ചിലേക്ക് മാറി. ഈ ജനറൽ കമ്പാർട്ട്മെന്റ്സിൽ ഈ TTയുടെ പരിശോധനകൾ ഉണ്ട്. സ്ക്വാഡുകാർ, അതിനാണ് ഈ 5 യൂണിറ്റ് സ്ക്വാഡിന് പാലക്കാട് ഡിവിഷൻ ഉണ്ട്. പാലക്കാട്, ഷൊർണൂർ, കാലിക്കറ്റ്, കണ്ണൂർ ആൻഡ് മംഗലാപുരം. ഈ 5 ഓരോ സ്റ്റേഷനിലും 7 പേരെ വെച്ചിട്ട് സ്ക്വാഡിനെ രൂപീകരിക്കും. അണ്ടർസോൾഡ് കയറുന്ന സ്ക്വാഡാണ്. അതെ, അണ്ടർസോൾഡ് കയറുന്ന സ്ക്വാഡാണ്. അത് പൊതുവിൽ ആൾക്കാർക്ക് അറിയില്ല. ഇല്ല, അത് സ്ക്വാഡ് TTs ആണ് അണ്ടർസോൾഡ്. അപ്പോഴേ പിന്നെ പെനാൽറ്റി അടിക്കാവുന്ന. ടിക്കറ്റ് ഇല്ലാത്തവർ മാത്രമേ പെനാൽറ്റി ഈടാക്കുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ പറ്റാണ്ട് ഇറഗുലർ ടിക്കറ്റ്, അതായത് ഈ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഏരി സ്ലീപ്പർ ക്ലാസ്സിലോ AC-ലോ യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ളവരെ മാത്രമേ പെനാൽറ്റി ഈടാക്കുള്ളൂ. മാക്സിമം ഈ സ്ലീപ്പർ ക്ലാസ്സിൽ നിന്നും അവർ വളരെ റെയറായിട്ട് കയറും. ബംഗാൾ ബോൺ ട്രെയിൻസ് ഉണ്ടല്ലോ, അതിൽ ഈ നമ്മുടെ മൈഗ്രേറ്റഡ് ലേബേഴ്സ് ഉണ്ടല്ലോ, ബംഗാൾ ലേബേഴ്സ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഈ ഭയങ്കര ഓവർക്രൗഡ് ആവും വണ്ടി. ഓവർക്രൗഡ് ആകുമ്പോൾ വർക്കിംഗ് DT വന്നിട്ട് മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് RPF-നും സ്ക്വാഡിനും മെസ്സേജ് കൊടുക്കുക. അവിടുന്ന് കമേഴ്സ് കൺട്രോൾ മെസ്സേജ് കൊടുക്കും, വണ്ടി ഓവർക്രൗഡാണ്, നിങ്ങൾ പോയിട്ട് എന്ന് നോക്കുക. അപ്പോൾ എന്താ കഴിഞ്ഞാൽ ഈ വണ്ടി കയറിയിട്ട് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഉള്ളവരൊക്കെ അപ് ടു ദ പോയിന്റ് ഓഫ്, അതായത് 200 ടിക്കറ്റാണ് ഈ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ, തൃശ്ശൂരിൽ നിന്ന് വണ്ടി ചെക്ക് ചെയ്യാൻ വയ്ക്കും,
ട്രിവാൻഡ്രത്താർക്ക് ഇവർ വരുന്നുണ്ടാവുക. അപ്പോൾ ട്രിവാൻഡ്രം ടു പാലക്കാട് എക്സസ് കണ്ടിട്ട് തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് നിൽക്കും. അപ്പോൾ ട്രിവാൻഡ്രം ടു പാലക്കാട് വരെ എക്സസ് ചെയ്യും പാർട്ടി പാസഞ്ചർ, എന്നിട്ട് പാലക്കാട് നിന്ന് ഇറക്കി വിട്ടിട്ട് അണ്ടർസോളിൽ പോകാൻ പറയും. ഇതാണ് നടക്കുന്നത്. പക്ഷെ ഇതിൽ പ്രാക്ടിക്കൽ അല്ല ഇത്. നിങ്ങൾക്കറിയാം ഹൗറ ബോണ്ട്, അത് ബംഗാൾ ബോണ്ട് ട്രെയിൻസിലൊക്കെ ഒരു കോച്ചിൽ പറഞ്ഞ ഒരു 72 കപ്പാസിറ്റി, സാധാരണ സ്ലീപ്പർ 72, LHB കോച്ചിന് 80 കപ്പാസിറ്റി. അപ്പോൾ ഇതിൽ 72 കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പേരെങ്കിലും മിനിമം എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഈ ഒരു TTO അല്ലെങ്കിൽ ഒരു RPF വന്നിട്ട് ഈ എൻറ്റയർ ട്രെയിനിൽ ആൾക്കാരെ വെക്കേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ മാക്സിമം അൺലോഡ് ചെയ്യും. ഓരോ സ്റ്റേഷൻ ഇതേപോലെ ഓവർക്രൗഡാണ് ജാസ്തി പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പാലക്കാട് മേജർ സ്റ്റേഷനിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ RPSൻ്റെയും കൂടി സഹായത്തോടെ നമ്മൾ റെയിൽവേ കേരള പോലീസിൻ്റെ RPS ഉണ്ടാവില്ല, അവിടെയും RPF രണ്ടുപേരെയും കൂടി കമ്പൈൻഡ് ആക്കിയിട്ട് വിട്ടിട്ട് കോച്ചിൽ നിന്ന് അൺലോഡ് ചെയ്യാൻ തുടങ്ങും. ഇവര് ഡീട്രെയിൻ ചെയ്യും, എല്ലാ പാസഞ്ചേഴ്സും ഡീട്രെയിൻ ചെയ്തിട്ട് അണ്ടർസോളിൽ കയറാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ സ്റ്റേഷനിലും 10ഉം 100ഉം 200ഉം ടിക്കറ്റ്സാണ് ഇഷ്യൂ ചെയ്യുക. ആ കൂടി 2 ബാക്കിൽ അണ്ടർസോൾ കമ്പാർട്ട്മെന്റും ഫ്രണ്ടിൽ 2 അണ്ടർസോൾ കമ്പാർട്ട്മെന്റേ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ എവിടെ പോയി കയറും? 3 ഇരട്ടി ആളുണ്ടാവും. അപ്പൊ ഇതാണ് ഈ ബംഗാൾ ബോണ്ട് ട്രെയിനിൽ സംഭവിക്കുന്നത്. അപ്പൊ അതിൽ മാക്സിമം അപ് ടു ദ പോയിന്റ് ഓഫ് ഡിറക്ഷൻ എക്സസ് ചെയ്തിട്ട് ഈ പാർട്ടിയെ സ്ക്വാഡുകാരെ ഇറക്കി വിടും. പക്ഷെ അവർ അടുത്ത സ്റ്റേഷനിൽ പിന്നെ എഗൈൻ അതിൽ കയറി യാത്ര ചെയ്യുന്നുള്ളവരെ ഈ ഇറക്കി വിടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഇറക്കിയ സ്റ്റേഷൻ ഇപ്പോൾ RPM വന്നിട്ട് എല്ലാ കാര്യം ഇറക്കി അണ്ടർസോളിൽ കയറാൻ പറയും. കുറേ ആൾക്കാർ കയറും. അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ ഇവർ എഗൈൻ തിരിച്ച് കയറും. അതേ സംഭവിക്കും. അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഈ ഓവർക്രൗഡ് ഈ ബംഗാൾ ബോണ്ട് ട്രെയിൻസിൽ മാത്രമാണ് നമ്മൾ ഈ ഇതേ കേസ് യാത്രക്കാരൻ അറിയാതെ സംഭവിച്ച് ഞാൻ ദുസാക്ഷിയാണ്. ഞാൻ വെരി റീസെന്റ് പാസ്റ്റിൽ തമിഴ്നാട്ടിൽ ഈ ഒരു അണ്ടർസോൾഡ് കോച്ചിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ഫൈൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്, ഒരാൾ ഒരു ടിക്കറ്റ് എടുത്തു, ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. പക്ഷെ അത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ സെക്കൻഡിലാണ്. പക്ഷെ ഇത് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുന്ന പാസഞ്ചർ അറിയുന്നില്ല ഇത് ഏത് വണ്ടിയാണ്. അല്ലെങ്കിൽ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ചോദിക്കണം ഏത് വണ്ടിക്ക് പോകണം. ഇത് അത് ചോദിക്കുന്നില്ല. അയാൾ പൈസ കൊടുത്തു, അപ്പം അതിനൊരു ടിക്കറ്റ് അടിച്ചു കൊടുക്കുന്നു. ഇയാൾ സ്വാഭാവികമായിട്ടും വരുന്ന യു ആർ കമ്പാർട്ട്മെന്റിൽ കയറുന്നു. അവിടെ സ്ക്വാഡ് 250 രൂപ മറ്റോ ഫൈൻ അടിച്ച്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് പാലക്കാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഐലൻഡ് എക്സ്പ്രസും കേരള എക്സ്പ്രസും. ഐലൻഡ് വന്നിട്ട് 5:25 പാലക്കാട്, കേരള എക്സ്പ്രസ് 6 മണി. അങ്ങനെയായിരുന്നു മുമ്പ്. ഇപ്പൊക്കെ ടൈം മാറ്റി, അത് ഉച്ചയ്ക്ക് ശേഷമായി കേരള എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റും ഐലൻഡ് ഓർഡിനറിയാണ്. ഇപ്പോൾ ഈ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യുന്ന 5 മണിക്ക് വന്നിട്ട് ടിക്കറ്റ് വയ്ക്കും. കൊടുക്കുന്നത് ഐലൻഡ് ടിക്കറ്റിന് വേണ്ടിയിട്ട് കൊടുക്കും. പക്ഷെ ഈ ഐലൻഡിന് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കേരള എക്സ്പ്രസ് ഓവർടേക്ക്. ഇത് സ്ഥിരം പാസഞ്ചേഴ്സിന് അറിയാം, ഒക്കേഷനിൽ പോണവർക്ക് അറിയില്ല. അപ്പൊ ഇവരെന്ത് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് എടുത്തിട്ട് കേരള എക്സ്പ്രസ് കയറി അവിടെ ഇത്രയും ഫൈൻ വരും. അപ്പോൾ ഈ 15 രൂപ സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് 250 രൂപ പെനാൽറ്റി വരും. 265 രൂപ എടുക്കേണ്ടി വരും. 15 രൂപ. ഇത് ഈ ബുക്കിംഗ് കൗണ്ടറിൽ മിസ്റ്റേക്ക് ഇല്ല. കാരണം ഐലൻഡിന് മുമ്പിനാണ് ഇവർ ടിക്കറ്റ് വാങ്ങിക്കുന്നത്. ടൈം ഓഫ് ഇഷ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ സംഭവിക്കുന്നത്. ടൈം ഓഫ് ഇഷ്യൂ കാരണം ഇവര് ചിലപ്പോൾ ഈ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ലേറ്റ് റണ്ണിങ് ആയിരിക്കും. ലേറ്റ് റണ്ണിങ് വരുമ്പോൾ കൗണ്ടറിലുള്ള സ്റ്റാഫിനെ അറിയില്ല. അങ്ങനെ അപ്പൊ എന്താ കഴിഞ്ഞാൽ നോർമൽ ട്രെയിനിന്റെ ടിക്കറ്റ് കൊടുക്കും. അതിന്റെ ഷെഡ്യൂളിലായി വരുന്ന ട്രെയിൻ. ഇത് വണ്ടി ലേറ്റ് ആയിട്ട് വരുന്ന വണ്ടി പ്ലാറ്റ്ഫോം വരുമ്പോൾ പാസഞ്ചേഴ്സ് അൺനോൺ ആണ്. അവർക്കറിയില്ലല്ലോ ഇത് വെദർ ഇറ്റ് ഈസ് എ സൂപ്പർ ഫാസ്റ്റ്. വണ്ടി എവിടെ പോകണം? ട്രിവാൻഡ്രം പോകണോ? ശരി, ഞാൻ പറഞ്ഞ കയറിയിരുന്നു. ഒരൊറ്റ കാര്യം നോക്കുന്നത് എന്റെ വണ്ടി ട്രിവാൻഡ്രത്തിന് കയറിയിരുന്നു. ജനറൽ ടിക്കറ്റ് വേണം, റിസർവ്ഡ് ടിക്കറ്റും അല്ല. അയാള് സ്ലീപ്പർ കയറിയില്ല. അൺറിസർവ്ഡ് ടിക്കറ്റ് ആണ്. അണ്ടർസോളിലെ യാത്ര ചെയ്യണത് ക്വസ്റ്റ്യൻസ് ഒന്നും ഉദിക്കാനൊന്നും ഇല്ല, കയറിയിരിക്കും. പക്ഷെ ഇതില് സ്ക്വാഡ് കയറി ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുമ്പോ അവര് ഇതെല്ലാം നിങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട. അതില് വെറുതെ ഒരുപാട് ആർഗ്യുമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ TTEക്ക് 15 രൂപ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പവറും ഇല്ല. നമ്മുടെ TTEക്ക് ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഇല്ല. അപ്ഗ്രേഡ് ചെയ്യാൻ നടക്കില്ല. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല.
ഇത് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. 15 രൂപ സൂപ്പർ ഫാസ്റ്റ് എഴുതി കൊടുക്കാനുള്ള പവർ TTEക്ക് ഇല്ല. ഓക്കെ. അപ്പോൾ വിത്ത് പെനാൾട്ടി മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഒരു ഫ്രഷ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ TTEക്ക് ഇല്ല. ഒരു ടിക്കറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു പാലക്കാട് വരെ ടിക്കറ്റ് എടുത്തു, നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ മാംഗ്ലൂർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് TT ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. ആ ടിക്കറ്റ് വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അതേ ട്രെയിനിൽ നിങ്ങൾക്ക് അതേ വാല്യൂള്ള ടിക്കറ്റ്, അതെ അതിന്റെ ബാക്കിയുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ വരെ മതി, ഇതിന് തൃശ്ശൂർ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. പക്ഷെ വാലിഡ് ടിക്കറ്റ് കയ്യിൽ വേണം. ഈ ടിക്കറ്റ് പാലക്കാട് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലോ അല്ലെങ്കിൽ തൃശ്ശൂർ എത്തിയിട്ട് എക്സ്റ്റെൻഡ് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഓവർ റൈഡിങ് ആയി. അത് ലൈവ് ടിക്കറ്റിന് ക്യാൻ ബി ഓൺലി എക്സ്റ്റെൻഡ്. ജീവൻ ഇപ്പൊ നമ്മൾ ഒരാളെ ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ ടിക്കറ്റ് വൺസ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ബിയോണ്ട് ദ ഡെസ്റ്റിനേഷൻ ടിക്കറ്റ് ഡെഡായി കഴിഞ്ഞാൽ തീർന്നില്ലേ? ടിക്കറ്റ് ഡെഡായി. ടിക്കറ്റ് ഡെഡായ ടിക്കറ്റിന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഡിസ്റ്റൻസ് ആയാലും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് അപ്പൊ അത് ട്രേഡേഴ്സ് ട്രാവലും വിതോടിക്കുന്നുണ്ട്. ആ ഇതിൽ പെനാൾട്ടി വാങ്ങിച്ചിട്ട് ഈടാക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ അപ് ടു ദ പോയിന്റ് ഓഫ് ഡിറക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ബുക്ക്ഡ് ഡെസ്റ്റിനേഷൻ, അതായത് ടിക്കറ്റ് എടുത്ത ഏത് ഡെസ്റ്റിനേഷൻ ആണോ ആ ഡെസ്റ്റിനേഷൻ എത്തുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്ത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എവിടേക്ക് വേണമെങ്കിലും. അതാണ് അതിൻ്റെ ഇത്. നിങ്ങൾ ബുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് അല്ല, ടിക്കറ്റ് വാലിഡ് അല്ല. TTEയുടെ ജോലികൾ, അതിൻ്റെ തിരക്കുകൾ, അതിനോടൊപ്പം നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം.